കുഴിയിൽ വെള്ളം കിടക്കണ കണ്ട. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും കുഴിയിൽ നിറച്ച്. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അടുക്കളയിൽ കുറച്ച് മണ്ണ് കുറവുണ്ട്. അപ്പോൾ നമ്മുടെ നിരപ്പിൽ നിന്നും കുറച്ച് താന്നിട്ട് കിടക്കണം. അപ്പോൾ മഴ പെയ്യുമ്പോൾ സൈഡിൽ കൂടി വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് മണ്ണ് വെട്ടിയിട്ട് പൊക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ ജോലി. അപ്പോൾ നമുക്ക് പറമ്പിൽ നിന്നാണ് നമ്മൾ മണ്ണ് വെട്ടുന്നത്. അപ്പോൾ അവിടെ കാട് പിടിച്ചെടുക്കുക, കാടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം മണ്ണ് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ പറമ്പിലോട്ട് പോകാം. ഇവിടെ കുറച്ച് തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പുല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് മണ്ണെടുക്കാം. അപ്പോൾ നമുക്ക് മണ്ണെടുക്കാൻ ആവശ്യമുള്ള സ്ഥലം ഞാൻ പുല്ലൊക്കെ വെട്ടി മാറ്റി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കുഴിച്ചിട്ട് നമുക്ക് നല്ല മണ്ണെടുക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി തുടങ്ങാം. ഗൈസ്, നമ്മൾ കുഴിച്ച് നമുക്ക് കുറച്ച് വെള്ളമണ്ണ് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വെള്ളമണ്ണാണ് നമ്മളിവിടെ നിന്ന് എടുക്കാൻ പോകുന്നത്. നേരത്തെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുളം ഉണ്ടായത് ഇവിടെയായിട്ട്. ഇപ്പം അതൊക്കെ മൂടിക്കളഞ്ഞ്. പിന്നെ അത് വെള്ളമില്ലാണ്ട് വന്നപ്പോൾ മൂടേണ്ടി വന്നു. അത്യാവശ്യം വലിയ കുളമായിരുന്നു. ഗൈസ്, കുഴിച്ച് വല്ല നിധി വല്ലതും കിട്ടുമെന്ന് അറിയത്തില്ല. നിധി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. ഐ തിങ്ക് എനിക്ക് വേണ്ട മണ്ണൊക്കെ ഇവിടെ ആയിട്ടുണ്ടെന്ന് തോന്നണേ. ഇതാണ് ഞാൻ വെട്ടിയെടുത്ത മണ്ണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ആഷ് കളറാണ്. പക്ഷേ ഇത് വെയിലൊക്കെ കൊണ്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അതൊരു അത്യാവശ്യം വൈറ്റ് കളർ മണ്ണാവും. മണ്ണൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഇനി ഇത് കൊണ്ടുപോകാനായിട്ട് വണ്ടി വേണം. അപ്പോൾ ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം. വണ്ടി വരാനുള്ള വഴിയാണ് പണി. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ വണ്ടി. അപ്പോൾ വണ്ടിയും കൊണ്ട് വന്നിട്ടുണ്ട്. ഈ വണ്ടിയിലേക്ക് നമുക്ക് മണ്ണ് വെട്ടിയിട്ടിട്ട് കൊണ്ടുപോവാം. വണ്ടി എവിടം വരെ എത്താമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ട്രോളിയൊന്നുമില്ല. അപ്പോൾ ഉള്ള വണ്ടി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ചെറുപ്പത്തിൽ ഇങ്ങനെ കുറേ മണ്ണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് കൊണ്ടുപോയി നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. നമ്മൾ പ്രതീക്ഷ പോലെയുള്ള ഗൈസ്, വണ്ടി സൂപ്പറാണ്. വണ്ടിയിൽ മണ്ണ് നല്ലതുപോലെ വരുന്നുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ വണ്ടി വീടിൻ്റെ മുറ്റത്ത് വരെ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ വെട്ടിയിട്ട് അത്ര മണ്ണ് തന്നെ ഉണ്ട്. ഇനി നമുക്ക് അടുക്കളയുടെ ഭാഗത്തോട്ട് കൊണ്ടുപോകാം. ഗൈസ്, നമ്മളെത്തി. ഇതാണ് നമ്മുടെ ഡ്രോപ്പ് പോയിൻ്റ്. ഇവിടെയാണ് നമ്മൾ മണ്ണിടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് മണ്ണിറക്കാം. ഗൈസ്, നല്ല നനഞ്ഞ മണ്ണാണ്. ഇനി ഇതിവിടെ കിടന്ന് കുറച്ച് ഉണങ്ങണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിട്ട് വരാം. 90 കിഡ്സ് ആരും ഈ വണ്ടിയിൽ കളിക്കാത്തവരായിട്ടില്ല. ഇതിലിങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടുകാരെ അല്ലെങ്കിൽ സഹോദരങ്ങളെയൊക്കെ ഇരുത്തി വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞാനും എൻ്റെ പെങ്ങളെ ഇരുത്തി ഒരുപാട് വലിച്ചിട്ടുണ്ട് ഈ പാളവണ്ടിയിൽ. അപ്പോൾ ഈ പാളവണ്ടിയാണ് ഇന്ന് നമുക്ക് ഉപകാരപ്പെട്ടത്. നമ്മുടെ ഈ ട്രോളിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ പാളവണ്ടിയിലാണ് നമ്മൾ വെട്ടിയ മണ്ണ് വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പാള കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഉപകാരം ഉണ്ടാവുമെന്ന് കരുതിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് മണ്ണെടുക്കാനായിട്ട് പറമ്പിലോട്ട് പോവാം. ആ വണ്ടി വണ്ടി നിന്നെപ്പോലെ ഉണ്ടിരിക്കണതാണ്. ഭയങ്കര വെയിലാണ് ഗൈസ്. തലയിലൊക്കെ അടിച്ചിട്ട് കണ്ണിൽ നിന്നൊക്കെ പുക തന്നെ. പക്ഷെ കാര്യമില്ല, നമ്മുടെ കാര്യം നടക്കണം. വൈകുന്നേരം അങ്ങനെ ചിലപ്പോൾ മഴക്കാറൊക്കെ ഉള്ളതാണ്. മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പ് മണ്ണെടുക്കാം. നമ്മുടെ കുഴിയാണ്. കുഴിയിൽ വെള്ളം കിടക്കണ കണ്ട. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും കുഴിയിൽ നിറച്ചല്ല കുറച്ച് വെള്ളമായി. ഇനി കുറേ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പകുതി വെള്ളവും. ഇനി നമുക്ക് മണ്ണ് അവിടെ നിന്ന് വെട്ടാൻ പറ്റില്ല. വെട്ടിയാലും നനഞ്ഞ മണ്ണായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് മണ്ണ് വെട്ടിയെടുക്കാം. മണ്ണ് വലിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കാടായത് കാരണം വഴിയാണ് കൈസ് ഇല്ലാത്തത്. എന്നാലും കുഴപ്പമില്ല. ഉള്ള വഴി കൂടിയൊക്കെ നമ്മുടെ വണ്ടി നല്ല സൂപ്പറായിട്ട് തന്നെയുണ്ട്. നല്ല ഷോക്ക് ഓബ്സർക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത് കാടും മലയും എന്ത് വേണേലും താണ്ടി വരും ഗൈസ്. എൻ്റെ വണ്ടി അവിടെ സ്റ്റക്കായി.
അപ്പോൾ അവിടെ നിന്ന് ഞാൻ വണ്ടി തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളെ ഡ്രോപ്പ് പോയിന്റിലേക്ക് നേരെ പോകാം. നമുക്ക് വണ്ടി വളക്കാൻ കുറച്ച് പവർ സ്റ്റിയറിങ് അല്ലാത്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്തിക്കും. എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിച്ചിരിക്കുന്നു. അയ്യോ, ഇനി കുറച്ച് വെള്ളം കുടിച്ചിട്ടാകാം ബാക്കി പരിപാടി. 2 തവണ വലിച്ചപ്പോഴത്തേക്കും എൻ്റെ അടപ്പളായി. അപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാമല്ലെന്ന് വെച്ച് പോയത്. അപ്പോൾ തണ്ണിമത്തൻ ഉണ്ടായി. അപ്പോൾ ഒരു കഷ്ണം മുറിച്ചെടുത്ത് അത് കഴിക്കാമല്ലെന്ന് വിചാരിച്ചു. വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുവരെയൊക്കെ എൻ്റെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച തണ്ണിമത്തനാണ്. നാളെ തണുപ്പുണ്ട്. കഴിക്കുമ്പോൾ പല്ല് പൊളിക്കണം. പല്ലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ വെയിലത്ത് ആ മണ്ണ് മൊത്തം വലിച്ചിട്ട് ശരീരത്തിലുള്ള വെള്ളം ഫുള്ള് പോകും. അതാ ആ കുയിലിൻ്റെ പൂവ് കേട്ടാ. ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വന്നാലും ആ കുയിൽ എവിടെ നിന്നെങ്കിലും വരും, കണ്ട് പോവും കേട്ടാ. ഗൈസ്, നമ്മുടെ അവസാനത്തെ ലോഡാണിത്. ഈ ലോഡും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വണ്ടിയുടെ ഓട്ടം കഴിഞ്ഞ്. ഇനി മണ്ണെടുക്കാനായിട്ട് അവിടെ ഇല്ല. അപ്പം ഇന്നത്തെ ഓട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പം അവസാനത്തെ ലോഡ് നമുക്ക് തട്ടാം. ഇത്രയും ലോഡ് വലിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഹാൻഡിലൊക്കെ ഒടിഞ്ഞ്. ഗൈസ് കുഴപ്പമില്ല, നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി നാശമായത്. അതുകൊണ്ട് നമുക്ക് വണ്ടീനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന മണ്ണെല്ലാം കൂടി നമ്മൾ അടുക്കളയിൽ ഇട്ട് പൊക്കാൻ പോവാണ്. ഇനി മഴ പെയ്തെന്നാൽ ഇവിടെ വെള്ളം കയറരുത്, അതാണ് എൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ ദിവസം ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇവിടെ വെള്ളം കയറി. ഇതാണ് ഗൈസ് നമ്മുടെ തടിക്ക് കഷ്ണം. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ലെവലാക്കി കൊടുക്കണം. കുറച്ചായി ഗൈസ് ഞാനിവിടെ മണ്ണ് വെട്ടിക്കൊണ്ടിരുന്നു ഓർത്തിട്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, കാരണം സമയം ഉണ്ടാവതില്ല, അല്ലെങ്കിൽ മടി. എന്തായാലും ഒരു സമയം കിട്ടിയപ്പോൾ ഞാൻ ആ പണി അങ്ങോട്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെ സെറ്റായി. ഇനി നമുക്ക് വെള്ളം കയറുമെന്നുള്ള പേടി വേണ്ട. ഗൈസ്, ഇന്ന് കുഴിയൊക്കെ വെട്ടി അതിൽ നിന്ന് മണ്ണൊക്കെ എടുത്ത് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പായപ്പോൾ തന്നെ ഉച്ചയായി. അപ്പോൾ ഇന്ന് ചമ്മന്തിയാണ് ഉണ്ടായി. ഞാൻ കല്ലിൽ അരച്ചുണ്ടാക്കിയ ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയും നല്ല ചോറും. നല്ല വിശപ്പുണ്ട്. പക്ഷേ ഇത് കൂട്ടി അങ്ങ് കഴിക്കാൻ വേണ്ടല്ല. എന്താ ടേസ്റ്റാണെന്നറിയാം. ബിരിയാണിയൊക്കെ മാറി, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഫുഡ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.